എടാ പരമു, എടാ ജബ്ബാറെ, നമ്മൾ ഈ നാടിന്റെ അഭിമാന ഭോജനമായതുപോലെ നമ്മുടെ മക്കളും ഉയർന്നു വരണം. ഭോജനമല്ല തൊമ്മി, ഭാജനം. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എല്ലാം ഒരുപോലെ തന്നെ. എന്റെ മകനെ ഞാൻ വലിയൊരു കള്ളനാക്കും. എടാ മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കുമല്ലോ. മുളയ്ക്കുമെങ്കിൽ തന്ത വേറെ ആയിരിക്കും. എടാ മക്കളെ ചെറുതിലെ മോട്ടിക്കാൻ പഠിപ്പിക്കാതെ ആരെങ്കിലും തല്ലാനോ കൊല്ലാനോ പഠിപ്പിക്കേ. എന്റെ പൊന്നുമോനെ ഞാനൊരു ഇന്റർമോഷൻ സൂപ്പർ സ്റ്റാർ ആണ്. നമ്മുടെ തെക്കേലെ കുഞ്ഞുമറിയത് എന്ന കൊട്ടേഷൻ ഉണ്ടല്ലോ, നമ്മുടെ മക്കളെ ഏൽപ്പിച്ചാലോ. നമ്മുടെ വാക്കുകളിലോടൊപ്പം വീട്ടിൽ നിന്ന് മാറ്റുന്ന കാര്യമല്ലേ, അത് ഞാൻ എന്നെ അടിച്ചു മാറ്റി. അതല്ലടാ കള്ളൻ ജവാറെ, എന്നെ എന്ത് വിളിച്ചു? കള്ളാന്ന് പിന്നെ ചിങ്ങല്ല കന്നി തുല. നിങ്ങളുടെ മക്കളെ 3 പേരും കൊട്ടോടി വാസവന് വെട്ടാൻ ഓടുന്നു. നമ്മുടെ മക്കൾക്ക് ഒരു കൈ സഹായം വേണ്ടി വന്നാലോ? വേണ്ട തൊമ്മി, അങ്ങനെയൊന്നുമില്ല. നമ്മളെ മക്കളല്ലേ, അവര് തീർത്തോളും. അവന്മാര് വെട്ടാൻ പോയാൽ വെട്ടിട്ടേ വരത്തുള്ളൂ. കൊട്ടോടി വാസു, ഇറങ്ങി വാടാ. ധൈര്യം ഉണ്ട്, ഇറങ്ങി വേണം പന്നി. ഇറങ്ങി വേടാ പെട്ടെന്ന്, വെട്ടുന്നതിനെ തുണ്ടം തുണ്ടമാക്കും. അവനെ കൊന്നു കോല് വിളിച്ചിട്ടുള്ളൂ. എടാ നീ എന്താ അടിച്ചു പൊളിച്ചോണം. പൊളിച്ചേക്കാ. നമ്മളോടൊക്കെ നിന്റെ തള്ളയോടാ വിളിക്കണേ. ആരാടാ? ഞാനാണ് എന്റെ കാർത്തേനിയെ. ആ എന്താ പാത്തുമ്മ, തേയിലപ്പൊടി തീർന്നു പോയി. ഇവിടെ ഉണ്ടെങ്കിൽ ഇത്തിരി ഇങ്ങോട്ട് തന്നെ. അയ്യോ തേയില തീർന്നല്ലോ, കാപ്പിപ്പൊടി വേണമെങ്കിൽ തരാം. ആ കാപ്പിപ്പൊടി എങ്കിൽ കാപ്പിപ്പൊടി ഇത്തിരി ഇങ്ങോട്ട്. ആ തരാം. പണ്ടാറോടക്കാൻ ഇത് തീർന്ന് ഇച്ചിരി കഞ്ഞിപ്പൊടി ഇങ്ങോട്ട് കൊണ്ടുപോവാ. വരാടാ, കിടന്ന് കീറാതെ കൊണ്ടുവരാൻ. ആടേ ഞാൻ പുറത്തോട്ട് പോവാ. മോനെ കൊടുക്കണ പഴങ്കഞ്ഞു കൂടെ, അവന്റെ തടിയൊക്കെ പാലം പോലെ പോരട്ടെ. പോയിട്ട് വേഗം വരണം. ഈ അപ്പനെയും മോനെയും കൊണ്ട് തോറ്റല്ലോ കർത്താവേ. ഇതിനൊക്കെ കൊടുത്ത് ഞാൻ മുടിഞ്ഞു. എന്റെ കർത്താവേ, തിന്നാൻ വേണ്ടി മാത്രം ഉണ്ടായ ജന്മം. ഇത്തിരി കഞ്ഞി കൂടി ഇതിനകത്ത് പണ്ടാറോടക്കം വെള്ളം മാത്രമാക്കി ഇട്ടിട്ട് പോയേക്കുവാ. അതിനകത്ത് ഉണ്ടടാ, എടുത്ത് വിഴുങ്ങ്. നിന്റെ വല്ല ഇറക്കാനുണ്ടോടാ? കിടക്കണ കണ്ടുടാ. നിന്റെ കെട്ടിയനും തേടി അതിയാനെങ്ങാണ്ടോ വെട്ടാനോ തൊളിക്കാനോ പോയി വന്നപ്പോഴത്തേക്ക് നേരം പൂതിരയായിട്ട് തൊമ്മിച്ചേട്ടാ. ചേടാ നിന്റെ മസിലെല്ലാം തൊലിയും പൊളിഞ്ഞു വന്നല്ലോ. ഇതൊക്കെ എന്റെ മസിൽ വരാൻ കിടക്കണേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ ഒത്തിരി കണ്ടതാ. നിന്റെ അപ്പന്റെ ഞാൻ കണ്ടിട്ടുണ്ട് മസിലേ. നിന്റെ അമ്മക്ക് നിന്റെ അപ്പനെ കുറിച്ച് ഭയങ്കര മതിപ്പാ കേട്ടോ. പ്രേമിച്ചു കിട്ടിയല്ലേ ഇത്തിരി മതിപ്പൊക്കെ ഉണ്ടാവും. അന്ന് നീ ഉണ്ടായിരുന്നു. അതൊക്കെ പണ്ടത്തെ കഥകള്. നിനക്ക് ചരിത്രം കേൾക്കണോ? രാവിലെ എക്സർസൈസ് ചെയ്യാനും സമ്മതിക്കില്ല. വെളുത്തു കഴിഞ്ഞാ മനുഷ്യൻ പതിരാവൻ പണിയാണ്. കൊണ്ട് നാടാകെ കല്യാണം. കഥകിന് വീതിയില്ല. അല്ലാ, ഞാൻ കഷ്ടപ്പെട്ട് മുട്ടിച്ച് എന്റെ ഉരുളേടാ നിൽക്കാൻ. എടാ നിൽക്കാൻ, അവിടെ നിൽക്കാൻ. ഇത് വാപ്പാടെ ഉമ്മാക്ക് സ്ത്രീധനം കിട്ടി ഉരുളിയൊന്നുമില്ലല്ലോ, കരക്കാരെ വീട്ടിൽ വന്നല്ലേ. പതുക്കെ പറയടാ. ഇടയ്ക്കാട്ടമ്പലത്തിലെ ദേവിക്ക് കൂട്ടുപായസം വെക്കുന്ന ഉരുളിയാ. വാപ്പ എന്ത് കഷ്ടപ്പെട്ട് അടിച്ചു മാറ്റിയെന്ന് അറിയാവോ? അത് വിറ്റാ നിനക്ക് ശാപം കിട്ടും, ദേവി ശാപം കിട്ടും. കട്ടത് വാപ്പല്ലേ, ശാപം വാപ്പല്ലേ മേടിച്ചു. എന്നെ പഴയ കൂട്ടിട്ട് ഓടിക്കരുത്, എനിക്ക് ഓടാൻ വയ്യ. പഴയ കൂട്ട് പിക്കപ്പ് ഇല്ല, നിന്റെ ഉമ്മാക്ക് അറിയാതെ. ഇവിടെ നിന്നെ ഞാനൊന്ന് കൊണ്ടുവരാം. വീട്ടിൽ ആറ്റിയോ
കഴിഞ്ഞ പ്രാവശ്യം നിന്നെ ചോദ്യം ചെയ്തോണ്ടിരുന്നപ്പോ അറിയാതെ ഞാനൊന്ന് മയങ്ങി. ആ സമയം നോക്കി നീ കടന്നു കളഞ്ഞല്ലടാ. നിന്നെന്റെ കയ്യിൽ കിട്ടില്ലെന്ന് കരുതിയടാ റാസ്കൽ. സാറ് മനസമാധാനമായിട്ട് ഉറങ്ങിക്കൊണ്ടെന്ന് കണ്ട് ഞാൻ മുങ്ങിയതാ. നീ മുങ്ങി അന്ന് മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. സത്യം പറയടാ, നീ ആരെയാ കൊല്ലാൻ ഓടിച്ചത്? അതെന്റെ മകനാ. സ്വന്തം മകനെ കൊല്ലാൻ ഓടിക്കുന്നോടാ റാസ്കൽ. അയ്യോ, ഞാൻ കൊല്ലാൻ ഓടിച്ചതല്ല, ഞാൻ കട്ടോണ്ട് വന്നല്ല. ഞാൻ കടയിൽ നിന്ന് ചുരുളി ആ തെണ്ട്. നീ കട്ടോണ്ട് വന്ന ഉരുളി അവ അടിച്ചോണ്ട് പോയി. തെണ്ടി തൊണ്ടി എവിടെ? ആ തെണ്ട് കട്ടോണ്ട് പോയി. ആ ഉരുളി എവിടെ നിന്നാടാ? സത്യം പറഞ്ഞാൽ നിന്നെ ഞാൻ മാപ്പ് സാക്ഷിയാക്കാം. സത്യം പറഞ്ഞ മാപ്പ് സാക്ഷി നിന്നെ ഞാൻ ഉരുളിയാക്കാം. പാവം മനസമാധാനത്തോടെ ഉറങ്ങിക്കോട്ടെ, ശല്യം ചെയ്യണ്ട. അയ്യോ, ഇവിടെ ഇരുന്നോട്ടെ. ഭൂദേവി, എനിക്ക് മുന്നേ സംശയം ഉണ്ടായിരുന്നു. എന്താ കാര്യം? എന്താ കാര്യമൊന്നോ? ആ. എനിക്ക് ഇപ്പൊ അറിയണം. എന്ത്? എന്താണോ ആ. ഈ സാധനം നിന്റെ കയ്യില് ഇവിടെ എപ്പോ എങ്ങനെ വന്നു? അയ്യോ, അപ്പൊ ചേട്ടന്റെ അല്ലേ? ഇങ്ങനത്തെ ചോപ്പ് കളറുള്ള സാധനം എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല, അറിയാവോ? ഓ ശരിയാ, ഞാൻ കണ്ടിട്ടുണ്ട്. ഭൂദേവി, എനിക്ക് ഇപ്പൊ അറിയണം. അവരെവിടെ? ആരെ? ആരാന്നോ? എന്റെ കോണോത്തൂന്ന് ഭഗവതിയാണ് സത്യം. ഞാനിത് തെളിയിക്കും. നിന്നെ എന്റെ പൊന്നു ചേട്ടാ, ഞാൻ അറിഞ്ഞതല്ല. എന്റെ ദൈവമേ, ഇറങ്ങി പോടാ പട്ടി ജബാറ. എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? എവിടെയാ നാറി? അവനെ ജബ്ബാർ ഓഫ് ദി മെമ്മോറിയൽ ആക്കി ഞാൻ. അതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? എവിടെ അവൻ? സമരം ചെയ്യിക്കാൻ എന്താ ഉണ്ടായത്? ബീബൻ പോലെ ഇങ്ങോട്ട് പറയ്. ഓ എന്റെ പൊന്നു പാത്തുമ്മ, ജബാർക്കെഴുത ഈ സാധനം അറിയാതെ എന്റെ കയ്യിൽ പെട്ടുപോയി. എന്റെ ഭർത്താനെ, എന്റെ കറ്റ പോയേ, ഇപ്പൊ മൂദേവി നിന്റെ കറ്റാന്റെ ഈ സാധനം എങ്ങനെയാ എന്റെ കുടിയിൽ വന്നത്? ഏതൊക്കെ സൂക്ഷിക്കാൻ കഴിയാത്തോണ്ടടി. സൂക്ഷിക്കാൻ കഴിവില്ല. അപ്പോ എല്ലാരും പോ, വീട്ടിനകത്തോട്ട് കയറി പൊടി പൊടിയകത്തോട്ട് കയറി പൊടി മൃണാളിനി. അല്ലെങ്കിൽ നീ ഇവിടെ നിന്നാലേ നിന്റെ സ്വഭാവം നന്നായി. ഞാനേതാ എന്താ ബഹളമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല ജബാറെ. അത് നമ്മളെ പെണ്ണുങ്ങൾ തമ്മിൽ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ. ആ പിന്നെ ഒരു സാധനം കളഞ്ഞിട്ടുണ്ട്, അത് ഞാൻ വീട്ടിലേൽപ്പിച്ചിട്ടുണ്ട്. എന്താണെന്നോ? സ്കോണ. ഓക്കേ, ഇതുപോലെ ആയിരുന്നില്ലോടാ. 8 മാസം നീ അത് കൂടെ ഒരു വർത്തമാനം പറ. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞല്ലേ പോയത്. അതായത് ഞാനേ എന്റെ മോൻ ഇത് കണ്ടാവുണ്ടല്ലോ, അവൻ 6 അടി 2 ഇഞ്ച് പൊക്കവാ. നിന്നെ അവൻ ഒറ്റയ്ക്ക് ഇടിച്ചാവുണ്ടല്ലോ, നീ 8 പ്രാവശ്യം വരുവേ. എന്റെ മകനുണ്ടല്ലോ 6 അടി 3 ഇഞ്ച് പൊക്കവാ. അതുകൊണ്ടെന്താ അവൻ അടിക്കൊന്നും വേണ്ട, മാറി ഊരിയാ മതി. 27 പ്രാവശ്യം കുളിക്കും. അത് പോട്ടെ. ഇവിടെ കണ്ടോ ഈ 6 ഇവന്റെ മോനെ കണ്ടിട്ടുണ്ടോ? ബോണ്ടൊക്കെ കയ്യും കാലും പറ്റ മാതിരിയായി. ഞാൻ പോണ ഫാമിലി. അപ്പൊ ഇയാളെ ഏത് ഫാമിലി? ഇത് പഴംപൊരി. നീ എന്നെ ഒലത്തൂടാ പട്ടി. ഞാൻ നിന്നെ ഒലത്തൂടാ പട്ടി. ഇവരെ തല്ലി കൊന്നേ. സംശയമാണെന്ന്. കാരണം നിന്റെ മോന് 6 അടി 3 ഇഞ്ച് പൊക്കമുള്ളതുകൊണ്ട് നിന്നെ അവന് സംശയം.
ബാക്കിയുള്ളവരുടെ മനസ്സമാനായിട്ട് ഉറങ്ങാനും പറ്റൂല. കുട്ടൂര് വാസുച്ചേട്ടന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി മക്കളെ. അടിക്കടി വെട്ടിന് വെട്ടി കുത്തിന് കുത്ത്. എന്ത് വാസുച്ചേട്ടൻ പഴയ കളരി ആയിപ്പോയില്ലേ. അതൊക്കെ പോട്ടെ, ഇപ്പൊ നമ്മള് സുഹൃത്തുക്കളാ. വാസുണ്ണ ആരോടും പറയാതിരിക്കുകയാണെങ്കിൽ ഞാൻ ഒരു സത്യം പറയാം. ഞങ്ങള് ബോംബെക്ക് പോവാ, അതോ ലോകത്തിൽ ചേരാൻ. വാസുട്ട മനസ്സിലായില്ലേ? നമ്മുടെ ചാക്കുപോയുടെ അടുത്തേക്ക് വാസുട്ട ഞങ്ങള് ബോംബെക്ക് പോയി കഴിയുമ്പോ ഞങ്ങളെ വാസുട്ട മറക്കരുത്. എടാ, ബോംബെക്ക് പോകാൻ വെച്ചിരിക്കുന്ന കാശ് എടുത്തോണ്ട് എനിക്കൊരു കള്ളൂപ്പ് മേടിച്ചാടാവേ. വാപ്പ അടിച്ചോണ്ട് വന്ന് ഉരുളി വിറ്റ് കിട്ടി അതിന് കംപ്ലീറ്റ് കള്ളു കുടിച്ചു. എന്നിട്ട് ഇനി കള്ളം. ബോംബെക്ക് ഞങ്ങൾ എങ്ങനെ പോവും? എന്നാ ഒരു കാര്യം ചെയ്യും, അപ്പുറത്തിന്റെ പെട്ടി ഓട്ടോറിക്ഷ എടുപ്പുണ്ട്, അതിന്റെ പുറകെ കയറിക്കും. ബോംബെയല്ല അമേരിക്കയിലെന്ന് പറഞ്ഞാലും യുവാസുവിനെത്തിക്കും. വേണോ? ഐ ആം നോട്ട് എ പ്രോബ്ലം. പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വെട്ടി ഓട്ടോറിക്ഷ വിട്ടിട്ട് ബോംബെക്ക് പോക്കോളാനായിരിക്കും. ഒറ്റ ഏരിയ വെച്ച് തരും. അതിന്റെ അപ്പം വന്ന് എന്റെ പെണ്ണുമ്പിള്ളയ്ക്കും പിള്ളേർക്കും ചെലവിന് കൊടുക്കും. ഒന്നും വേണ്ട, അതിനൊക്കെ വഴിയുണ്ട്. പണം നമ്മളുണ്ടാക്കും, ബോംബെക്കും പോകും. ഇത് കൊള്ള ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ബോംബെക്ക് പോണം. പോയി പറ്റൂടാ. എന്തായാലും നീ ഒച്ച ഉണ്ടാക്കരുത്. അമേരിക്കൻ ചായ ഓറയും കാണുമോ? എനിക്കൊന്നും അറിയാൻ മേല. എങ്ങനെ എനിക്കൊരു സംശയം, നമ്മൾ യുദ്ധത്തിന് പോവാണോ അതോ പട്ടാളക്കാർക്ക് ഒരു ഇത്രയും ത്യാഗം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഏതൊരു കള്ളനും ഒരു ദിവസം ഉണ്ടായിരിക്കൂടാ. 1 മിനിറ്റ്. എല്ലാ ഓപ്പറേഷൻസും ഞാൻ ചെയ്യും. ചലോ ചാക്കോബായ്, രക്ഷിക്കണേ. നീ ഇതെവിടെ കയറി പോവാ? എടാ, മോളിൽ ചെന്ന് ഓട് പൊളിച്ചകത്ത് കിടക്കാം. ഓടിച്ചിനകത്ത് കിടന്ന എടാ, ഓട് പൊളിച്ചകത്ത് കയറാം. ഇത് വാർക്കപ്പഴ മണ്ട. എനിക്ക് വാർക്ക പൊളിച്ചകത്ത് കിടക്കാം. കൊച്ചുണ്ടാക്കി നാട്ടുകാരെ ഉണത്തല്ലേ? എടാ, ഒച്ച ഉണ്ടാക്കിയ. Shut up your mouth. കഥ തുറക്കാൻ ബെല്ലൊന്നും കാണുന്നില്ല. ഞാൻ പിസിലടിക്കാം. മണ്ടത്തിനെ കാണിക്കാതെ കുത്തി. ഞാൻ തുറക്കാം. എടാ, ഇങ്ങനൊന്നും തുറക്കാൻ പറ്റില്ല. ഞാൻ 1 2 3 എന്ന് പറയും. അപ്പൊ ഇടിച്ച് തുറന്നോളാം. 1 2 3. ഇത് തുറന്നു കിടക്കാറുണ്ട്. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞാ പോരാ. പെട്ടെന്ന് അവിടെ ഇതിനകത്തൊരു കോപ്പില്ല. വെറുതെ പണി മെനക്കെടായോ? അമേരിക്കക്കാരന്റെ വീടല്ലേ, എന്തെങ്കിലും കാണാതിരിക്കില്ല. വന്നത് എന്തെങ്കിലും കിട്ടാൻ ഇവിടെ എന്നെ എടുത്തു വെച്ചിരിക്കാണ്. കിട്ടണമെങ്കിൽ പണിയാണ്. അങ്ങോട്ട് നോക്കട്ടെ. മക്കളെ, എന്തോ അപ്പം മരിക്കാൻ പോവാ. അതിനു മുമ്പ് മക്കളോടൊരു കാര്യം പറയാനുണ്ട്. എന്നാ പച്ചാ? റോമീന്ന് റോയിച്ചനെത്തിയോ? ഇല്ല. മസ്കറ്റിൽ നിന്ന് മറിയാമ വന്നോ? ഇല്ല. കൊറിയെന്ന് കറിയ ആർക്കറിയാം? പറയണ്ട വല്യ പച്ച. മക്കളെ, എന്തോ കട്ടിലിനടിയിലെ തകരപ്പെട്ടിയിൽ 10 ലക്ഷം. 10 ലക്ഷം രൂപ തകരപ്പെട്ടിയിൽ ഇരിപ്പുണ്ടെന്നാ പറഞ്ഞത്. തട്ടിപ്പോയോ? എടാ, എത്രയും പെട്ടെന്ന് തകരപ്പെട്ടി നമുക്ക് അടിച്ചു മാറ്റാം. എടുത്തോ? നീ അടിച്ചോ? വിട്ടോ? യാക്കോബായി നമ്മുടെ പ്രാർത്ഥന കേട്ടടാ. കാശ് നിന്ന് എന്റെ ശവമേ. അളിയാ, 10 ലക്ഷം രൂപയ്ക്ക് ഒരുപാട് രൂപയുണ്ടോ? 10 ലക്ഷം രൂപയ്ക്ക് ഭയങ്കര കനമാണെന്ന് എനിക്കറിയാം. നിനക്കെടുക്കാൻ ബുദ്ധിമുട്ടല്ലേടാ? ഞാൻ എടുത്തോളാം. ഞാൻ എടുത്തോളാം. ഞാൻ എടുത്തോളാം. കാര്യമുള്ളൂ. അതെ, 10 ലക്ഷം രൂപയ്ക്ക് കനം ഉണ്ടെന്ന് എനിക്കറിയാം. മര്യാദയ്ക്ക് നടക്കണം. ആര് വേണമെങ്കിലും എടുത്തോ. ഇതുകൊണ്ട് നമുക്ക് ബോംബെ പോയി അടിച്ച് പൊളിക്കണം. അത് ശരിയാ, നമുക്ക് ബോംബെ പോയിട്ട് അടിച്ച് പൊളിക്കണം. പോലീസ് വന്ന
രൂപയ്ക്ക് വേണ്ടി ആ കിളവനെ കഴുത്ത് ധരിച്ച് കൊല്ലുകയായിരുന്നു. ഞങ്ങളൊന്നും ചെയ്യില്ല സാറേ. അയ്യോ, ഞങ്ങളൊന്നും വെട്ടിക്കഴിഞ്ഞ് ചെയ്യില്ല പത്ത് സാറേ. ലക്ഷം എന്ന് പറഞ്ഞപ്പോ തന്നെ കിളവന്റെ കാറ്റ് പോയി. അപ്പൊ 10 ലക്ഷം കിട്ടിയില്ലെങ്കിൽ നീയൊക്കെ കൊല്ലുവല്ലടാ. ഞങ്ങൾ നക്കാക്കരയോട്ടില്ല കിളവൻ തട്ടിപ്പോയത്. അയ്യോ സാറേ ഞങ്ങളൊന്നും സാറോടെ 10 ലക്ഷം രൂപ എടുത്തു സാറേ ഞങ്ങളൊന്നും ചെയ്യല്ലേ. അയ്യോ അയ്യോ അയ്യോ, സാറേ സാറേ പള്ളിയിലെ കൈക്കാരൻ ഔസോപ്പച്ചന് കൊടുക്കാനുള്ളത് 40,000. ഇട്ടിത്തറയ തൊമ്മീച്ചനോട് മോളിക്കുട്ടി അമേരിക്കയിൽ വിടാൻ വാങ്ങിച്ചത് 2.5 ലക്ഷം. അളിയൻ പൗലോസ് കുട്ടിക്ക് കൊടുക്കാനുള്ളതിന് കണക്കില്ല. മൊത്തം 10 ലക്ഷം രൂപ. മക്കളത് കൊടുക്കണം എന്ന് സ്വന്തം അപ്പൻ. എടാ, കഴിവേറിയടാ.